വിദ്യാർത്ഥിനികളെ VHSC വിദ്യാലയം ഓൺലൈൻ സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സുവോളജിയിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന അവസാനത്തെ പാഠമാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ജൈവ വൈവിധ്യം എന്താണെന്നും ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജൈവ വൈവിധ്യത്തിൻ്റെ നാശം, സംരക്ഷണം എന്നിവയെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ആദ്യമായി ജൈവ വൈവിധ്യം, ജൈവ വൈവിധ്യ തലങ്ങൾ എന്നിവ എന്താണെന്ന് മനസ്സിലാക്കാം. സം ടോട്ടൽ ഓഫ് ദ ഡൈവേഴ്സിറ്റി ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ആൾ ലെവൽ ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഈസ് കാൾഡ് ബയോഡൈവേഴ്സിറ്റി. The term biodiversity was popularized by the socio-biologist Edward Wilson. There are 3 levels in biodiversity. ജീവമണ്ഡലത്തിൽ ജൈവിക ഘടനയുടെ എല്ലാ തലങ്ങളിലുമുള്ള സംയുക്ത വൈവിധ്യത്തെ ജൈവ വൈവിധ്യം എന്ന് വിളിക്കുന്നു. ജൈവ വൈവിധ്യം എന്ന പദം എഡ്വേർഡ് വിൽസൺ എന്ന സാമൂഹിക ജീവശാസ്ത്രജ്ഞനാണ് പ്രചരിപ്പിച്ചത്. ജൈവ വൈവിധ്യത്തിന് പ്രധാനമായും 3 തലങ്ങളുണ്ട്. The 3 levels of biodiversity are genetic diversity, species diversity, and ecological diversity. First one, genetic diversity. The diversity at the genetic level in a single species is called genetic diversity. For example, India has more than 50,000 genetically different strains of rice and 1,000 varieties of mango. ജനിതക വൈവിധ്യം, സ്പീഷീസ് വൈവിധ്യം, ആവാസ വ്യവസ്ഥാ വൈവിധ്യം എന്നിവയാണ് പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ തലങ്ങൾ. ഒരു സ്പീഷീസിൽ കാണപ്പെടുന്ന ജനിതക ഘടനാതല വൈവിധ്യമാണ് ജനിതക വൈവിധ്യം. ഇന്ത്യയിൽ 50,000-ലധികം വ്യത്യസ്ത ഇനങ്ങളിലുള്ള നെല്ലിനങ്ങളും 1,000-ലധികം ഇനം മാവുകളും ജനിതക വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. The diversity at the species level is called species diversity. Presence of large number of amphibian species in Western Ghats compared to Eastern Ghats represent species level diversity. The diversity at the ecosystem level is called ecological diversity. Presence of different type of ecosystems in India compared to Norway represent ecosystem level diversity. സ്പീഷീസ് തലത്തിലുള്ള വൈവിധ്യമാണ് സ്പീഷീസ് വൈവിധ്യം. പശ്ചിമഘട്ടത്തിലെ ഉഭയജീവി വർഗങ്ങളുടെ വൈവിധ്യം പൂർവ്വഘട്ടത്തേക്കാൾ കൂടുതലാണ്. ഒരു പ്രദേശത്തെ വിവിധ ആവാസ വ്യവസ്ഥകൾ ആവാസ വ്യവസ്ഥാ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. നോർവേയേക്കാൾ കൂടുതൽ ആവാസ വ്യവസ്ഥകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇതിന് ഉദാഹരണമാണ്. Let us understand the species diversity on Earth. According to International Union for Conservation of Nature and Natural Resources, IUCN, the total number of plant and animal species is more than 1.5 million. Scientific estimates by Robert May proposes that the global species diversity is at about 7 million. Among the global biodiversity, 70% are animals, while plant comprises not more than 20% of the total. Among animals, insects are the most abundant group, making up more than 70% of the total. 2004-ലെ IUCN കണക്ക് പ്രകാരം 1.5 ദശലക്ഷം സസ്യ ജന്തു സ്പീഷീസുകൾ ഭൂമിയിൽ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയ അടിത്തറകളുടെ പിൻബലത്തിൽ ആഗോള സ്പീഷീസ് വൈവിധ്യം ഏകദേശം 7 ദശലക്ഷമാണെന്ന് റോബർട്ട് മേ എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രേഖപ്പെടുത്തിയിട്ടുള്ള സ്പീഷീസുകളിൽ 70%-ലധികം ജന്തുക്കളും സസ്യങ്ങൾ ആകെയുള്ളതിൻ്റെ 20%-ന് താഴെയും കാണപ്പെടുന്നു. ജന്തുക്കളുടെ സ്പീഷീസുകളിൽ ഷഡ്പദങ്ങൾ 70%-ഓളം വരും. There are 2 reasons behind the lack of knowledge about biodiversity of prokaryotes or microbes. First one, conventional taxonomic methods are not suitable for identifying prokaryotic microorganisms. Second one, many microbes are not culturable in laboratory. Observe the pie diagram in order to identify proportionate number of various groups among invertebrates, vertebrates, and plant and fungal groups. പരമ്പരാഗത വർഗീകരണ രീതികൾ സൂക്ഷ്മജീവി വർഗങ്ങളെ തിരിച്ചറിയാൻ അനുയോജ്യമല്ലാത്തതും പല സൂക്ഷ്മജീവികളെയും പരീക്ഷണശാലയിൽ വളർത്തിയെടുക്കാൻ സാധിക്കാത്തതും സൂക്ഷ്മജീവികളായ പ്രോകാരിയോട്ടുകളുടെ വൈവിധ്യത്തെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നില്ല. ചിത്രം നിരീക്ഷിച്ച് വിവിധ ജീവവിഭാഗങ്ങളുടെ ആനുപാതിക വൈവിധ്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. Even though India has only 2.4% of world land area, it accommodates 8.1% of global species diversity. India is one of the 12
mega diversity countries in the world. Nearly 45,000 species plants and twice the number of animals have been recorded from India. Nearly 1 lakh plant and 3 lakh animal species are yet to be discovered and described if the global estimates of Robert May is accepted. ലോക ഭൂവിസ്തൃതിയുടെ 2.4% ഇന്ത്യക്ക് ഉള്ളുവെങ്കിലും ആഗോള സ്പീഷീസ് വൈവിധ്യത്തിൽ നമ്മുടെ സംഭാവന 8.1%. ഇന്ത്യ ലോകത്തിലെ 12 ബൃഹത് ജൈവ വൈവിധ്യ രാജ്യങ്ങളിൽ ഒന്നാണ്. 45,000 സസ്യ സ്പീഷീസുകളും അതിൻ്റെ ഇരട്ടിയോളം ജന്തു സ്പീഷീസുകളും ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോബർട്ട് മേയുടെ ആഗോള കണക്കുകൾ ശരിവച്ചാൽ ഇന്ത്യയിൽ നിന്നും 1 ലക്ഷത്തിലധികം സസ്യ സ്പീഷീസുകളും 3 ലക്ഷത്തിലധികം ജന്തു സ്പീഷീസുകളും ഇനിയും തിരിച്ചറിയപ്പെടാനുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. The distribution of biodiversity on Earth is called pattern of biodiversity. The pattern of biodiversity in nature is due to two reasons. First one, latitudinal gradient, and second one, species area relationship. First one, latitudinal gradient. Biodiversity decreases with the increase in latitude. That is, species diversity decreases as we move away from the equator towards the pole. ഭൂമിയിൽ കാണുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വൈവിധ്യവും വിതരണത്തെയുമാണ് ജൈവ വൈവിധ്യ വിതരണക്രമം എന്നറിയപ്പെടുന്നത്. അക്ഷാംശ ശ്രേണീകരണവും ജീവവർഗ ഭൂവിസ്തീർണവുമാണ് ജൈവ വൈവിധ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ആദ്യമായി അക്ഷാംശ ശ്രേണീകരണം എങ്ങനെ ജൈവ വൈവിധ്യത്തെ സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിയാം. അക്ഷാംശം കൂടുന്നതിനനുസരിച്ച് ജൈവ വൈവിധ്യം കുറയുന്നു. അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സ്പീഷീസുകളുടെ വൈവിധ്യം കുറഞ്ഞു വരുന്നു. ട്രോപ്പിക്സ് lying close to equator are rich in species diversity than the temperate polar region. Tropics with a latitudinal range of 23.5 degree north latitude to 23.5 degree south latitude harbor more species than polar areas. For example, Colombia, located near the equator, has nearly 1,400 species of birds, while New York at 41 degree north and Greenland at 71 degree north has 105 and 56 species respectively. അക്ഷാംശ രേഖാപരിധി 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശത്തിനും 23.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശത്തിനും ഇടയിൽ വരുന്ന ഉഷ്ണമേഖലയിൽ ഉള്ളതിനേക്കാൾ കുറവ് ജീവിവർഗങ്ങളാണ് ധ്രുവപ്രദേശങ്ങളിൽ കാണുന്നത്. ഉദാഹരണത്തിന്, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കാണുന്ന കൊളംബിയയിൽ ഏകദേശം 1400 ഇനം പക്ഷികൾ കാണപ്പെടുമ്പോൾ 41 ഡിഗ്രി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂയോർക്കിലും 71 ഡിഗ്രി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡിലും യഥാക്രമം 105ഉം 56ഉം ഇനം പക്ഷികളാണ് കാണപ്പെടുന്നത്. Let us understand the major reason for increasing biodiversity in the tropics. They are, first one, speciation, that is formation of new species occur only in undisturbed environment that occur in tropics. Second one, tropical environment are more constant and predictable. Last one, solar energy is more in tropical area than temperate area. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ജൈവ വൈവിധ്യ കലവറകളാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ജീവിവർഗങ്ങളുടെ ആവിർഭാവം സാവകാശം നടക്കുന്നതും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത കാലാവസ്ഥയിലുമാണ് നടക്കുന്നത്. ഉഷ്ണമേഖലയിലെ പരിസ്ഥിതി സ്ഥിരമായതും പ്രവചിക്കാവുന്നതുമാണ്. ഉഷ്ണമേഖലയിൽ കൂടുതൽ സൂര്യപ്രകാശം മിതോഷ്ണ മേഖലകളെ അപേക്ഷിച്ച് ലഭിക്കുന്നു. നെക്സ്റ്റ്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് governing the distribution of biodiversity. According to German naturalist Alexander von Humboldt, species richness increases with the increasing explored area, but only up to a limit. The species richness and area relationship is explained by the equation S is equal to C A raised to Z, where S represents the species richness, A represents the area, Z represent the slope of the line or regression coefficient, and C represent y-intercept.
ജർമ്മൻ പ്രകൃതിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ പഠനങ്ങളിൽ നിന്നും ഒരു പ്രദേശത്തിന്റെ ഭൂവിസ്തൃതി കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ജൈവ വൈവിധ്യവും വർദ്ധിക്കുന്നു. ഈ ബന്ധത്തെ ഒരു സമവാക്യമായ S=CA⁻Z എന്നതിലൂടെ വിശദീകരിക്കാം. ഈ സമവാക്യത്തിൽ S ജീവിവർഗ സമ്പന്നതയെയും A ഭൂവിസ്തൃതിയെയും Z രേഖയുടെ ചരിവിനെയും C y ഇന്റർസെപ്റ്റിനെയും സൂചിപ്പിക്കുന്നു. The species area relationship when plotted gives a rectangular hyperbola. The logarithmic scale, that is log S log C plus Z log A, when plotted, the relationship become linear. The Z value has great significance in order to understand species area relationship. In small area, Z value ranges between 0.1 and 0.2 regardless of taxonomic group. In large area like entire continent, the Z value ranges between 0.2 and 1.2. For example, for frugivorous birds and mammals in tropical forests, the Z value is 1.15. ജൈവ സമ്പന്നതയും ഭൂവിസ്തൃതിയും തമ്മിലുള്ള ബന്ധം ചിത്രീകരിച്ചാൽ അത് ഒരു ഹൈപ്പർബോളിക് ഗ്രാഫായിരിക്കും. ലോഗ് സ്കെയിലിൽ ഇത് രേഖപ്പെടുത്തിയാൽ അതൊരു രേഖീയ ബന്ധം സൂചിപ്പിക്കുന്നു. ഇസഡിന്റെ മൂല്യം ചെറു ഭൂപ്രദേശങ്ങളിൽ 0.1നും 0.2നും ഇടയിലും, എന്നാൽ ഭൂഖണ്ഡങ്ങൾ പോലുള്ള വലിയ പ്രദേശങ്ങളിൽ 0.6 മുതൽ 1.2 വരെയും ആയിരിക്കും. ഉദാഹരണത്തിന് ഉഷ്ണമേഖലാ വനങ്ങളിലുള്ള ഫലഭോജികളായ പക്ഷികളുടെയും സസ്തനികളുടെയും ഇസഡ് മൂല്യം 1.15 ആയിരിക്കും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ടു എക്കോസിസ്റ്റം. ഇനി നമുക്ക് ജൈവ വൈവിധ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥാ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഡേവിഡ് ടിൽമാൻ, ഇൻക്രീസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. Species richness and diversity increases the stability of the ecosystem. ഡേവിഡ് ടിൽമാൻ എന്ന ശാസ്ത്രജ്ഞന്റെ പഠനപ്രകാരം ഉയർന്ന ജൈവ വൈവിധ്യ നിരക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. സ്പീഷീസ് സമ്പന്നതയും വൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. നെക്സ്റ്റ് വൺ, റിവറ്റ്-പോപ്പർ ഹൈപ്പോത്തിസിസ്. Rivet-Popper hypothesis explained the importance of species richness in an ecosystem. This hypothesis was explained by Stanford ecologist Paul Ehrlich. The main postulates of this hypothesis are: he compared the species in an ecosystem with the rivets in an airplane. In an airplane, that is ecosystem, all parts are joined together by thousands of rivets, which is equal to the species. If passengers remove more and more rivet from airplane, it may affect the safety of flight, similar to adverse effect of ecosystem when species are destroyed. If a rivet from the wings of the airplane are removed, more serious damage will be made. That is, ecosystem will be seriously damaged if key species is removed. ആവാസ വ്യവസ്ഥയിൽ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്നത് പോൾ എർലിക് എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ റിവറ്റ്-പോപ്പർ പരികൽപ്പനയിലൂടെയാണ്. റിവറ്റ്-പോപ്പർ പരികൽപ്പനയിലെ പ്രധാന ആശയം ഇനി പറയുന്നവയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ആയിരക്കണക്കിന് സ്പീഷീസുകൾ കാണുന്നത് ഒരു വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന റിവറ്റുകൾ പോലെയാണ്. ഓരോ യാത്രക്കാരും വിമാനത്തിൻ്റെ റിവറ്റുകൾ നീക്കം ചെയ്താൽ അത് വിമാനത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നത് പോലെയാണ് ആവാസ വ്യവസ്ഥയിൽ നിന്നും ജീവജാലങ്ങളെ നശിപ്പിക്കുന്നത്. വിമാനത്തിലെ ചിറകിൻ്റെ റിവറ്റുകളാണ് നീക്കം ചെയ്യുന്നതെങ്കിൽ അത് വിമാന സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും. ഇത് ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന ഒരു ജീവിയെ നീക്കം ചെയ്യുന്നതിന് തുല്യമാണ്. നെക്സ്റ്റ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. According to Red Data List published in 2004 by IUCN, there are 784 species become extinct in the last 500 years. 2004 IUCN പ്രസിദ്ധീകരിച്ച റെഡ് ഡാറ്റ ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ 500 വർഷത്തിനുള്ളിൽ 784 സ്പീഷീസുകൾക്ക് വംശനാശം സംഭവിച്ചു.
Recently extinct species include Steller's sea cow in Russia, dodo bird in Mauritius, koga in Africa, thylacine in Australia, and 3 subspecies of tiger in Bali, Javan, and Caspian. Next, causes of biodiversity loss. There are 4 major reasons for the accelerated rate of species extinction or biodiversity loss. They are commonly known as evil quartet. ജൈവ വൈവിധ്യനാശം അഥവാ ത്വരിതഗതിയിലുള്ള സ്പീഷീസ് നാശത്തിന് കാരണമാകുന്ന 4 പ്രധാന ഘടകങ്ങളെ ഈവിൾ കോട്ടറ്റ് എന്നറിയപ്പെടുന്നു. They are: first one, habitat loss and fragmentation; second one, over exploitation; third one, alien species invasion; and the last one, co-extinction. Let us explain each one in detail. Habitat loss and fragmentation is the primary reason behind the loss of biodiversity. It is due to the land encroachment, cutting down trees, filling of wetlands, burning of forest, etc. These factors change the natural habitats of organism and thereby destruct the biodiversity. ജൈവ വൈവിധ്യനാശത്തിന്റെ ഏറ്റവും പ്രധാന കാരണമാണ് ആവാസനാശവും വിഭജനവും. മനുഷ്യരുടെ കടന്നുകയറ്റവും മരങ്ങൾ വെട്ടിമുറിക്കുന്നതും തണ്ണീർത്തടങ്ങൾ നികത്തുന്നതും കാടുകൾ തീവച്ച് നശിപ്പിക്കുന്നതും ഇത്തരം ആവാസ നാശനത്തിന് കാരണമാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിലേക്ക് വഴിവെക്കുന്നു. സെക്കൻഡ് റീസൺ ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. Over exploitation of natural resources has serious effect on biodiversity. It will lead to reduce in diversity within the genetic pool. Over exploitation is due to the human attitude of need turns to greed. Extinction of Steller's sea cow and passenger pigeon are example for over exploitation. മനുഷ്യന്റെ പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള അമിത ചൂഷണമാണ് ജൈവ വൈവിധ്യം നശിക്കാനുള്ള മറ്റൊരു കാരണം. മനുഷ്യന്റെ ആവശ്യകത അത്യാഗ്രഹത്തിന് വഴിമാറുന്നതാണ് ഇത്തരം ജൈവ സമ്പത്ത് നാശത്തിന് കാരണമാകുന്നത്. അമിത ചൂഷണം ഒരു ജീവിയുടെ ജനിതക വൈവിധ്യത്തെയാണ് കൂടുതൽ അപകടകരമാക്കുന്നത്. സ്റ്റെല്ലറുടെ കടൽപ്പശു, സഞ്ചാരിപ്രാവ് എന്നിവയുടെ വംശനാശം അമിത ചൂഷണത്തിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ് വൺ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ. New species introducing into a geographical area is called exotic species or alien species. Introduction of exotic species into new habitat by man adversely affect the native species. അന്യദേശങ്ങളിലുള്ള ജീവിവർഗത്തെ നമ്മുടെ ആവാസവ്യവസ്ഥയിൽ എത്തുകയാണെങ്കിൽ അവയെ അന്യദേശ ജീവികൾ എന്നറിയപ്പെടുന്നു. അന്യദേശ ജീവികളുടെ അധിനിവേശം സ്വാഭാവിക ആവാസവ്യവസ്ഥയിലുള്ള തദ്ദേശീയ ജീവികളെ സാരമായി ബാധിക്കുന്നു. Example for alien species invasion include Nile perch introduced into Lake Victoria in East Africa lead to extinction of sickled fish in lake. Introduction of exotic fishes like African catfish, Clarius gariepinus, causes threat to indigenous catfish in our rivers. Invasive weed like lantana, carrot grass, and water hyacinth causes environment damage and threat to native species. നൈൽ പെർച്ച് എന്ന മത്സ്യത്തെ വിക്ടോറിയ തടാകത്തിൽ നിക്ഷേപിച്ചതിൻ്റെ ഫലമായി 200-ലധികം തദ്ദേശീയ ഇനം സിക്കിൾഡ് മത്സ്യങ്ങൾ അപ്രത്യക്ഷമായതും മത്സ്യകൃഷിക്കായി ആഫ്രിക്കൻ മുഷി വളർത്തിയത് നമ്മുടെ നാടൻ മുഷി മത്സ്യങ്ങളുടെ വംശനാശത്തിന് കാരണമായതും അധിനിവേശ സസ്യങ്ങളായ പാർത്തീനിയം, ലെൻഡാന, കുളവാഴ എന്നിവ പരിസ്ഥിതി നാശവും തൽഫലമായി തദ്ദേശീയ സസ്യജന്തുജാലങ്ങൾക്ക് ഭീഷണിയായതും അന്യദേശ ജീവികളുടെ അധിനിവേശം മൂലം ജൈവ വൈവിധ്യം നശിക്കുന്നതിന് തെളിവാണ്. Co-extinction is the fourth reason for the loss of biodiversity. When a species becomes extinct, the plant and animal associated with it also faces the threat of extinction. This is called co-extinction. It is the loss of one species upon the extinction of another. Death of host organism leads to death of parasite associated with it, and death of plant and their pollinators are examples for co-extinction. ഒരു ജീവി വിഭാഗത്തിൻ്റെ നാശം അതുമായി നേരിട്ട് ബന്ധമുള്ള മറ്റൊരു ജീവിയുടെ വംശനാശനത്തിന് കാരണമാവുന്നുവെങ്കിൽ അതിനെ സഹവംശനാശം എന്നറിയപ്പെടുന്നു. ആതിഥേയ ജീവിയുടെ നാശം അതിനെ ആശ്രയിക്കുന്ന പരാദങ്ങളുടെ നാശത്തിന് കാരണമാകുന്നതും സസ്യങ്ങളുടെയും അവയുടെ പരാഗകാരികളുടെയും നാശവും സഹവംശനാശനത്തിന് ഉദാഹരണമാണ്.
Next, why do we conserve biodiversity or reason for conservation of biodiversity? The importance or a reason for conserving biodiversity is classified broadly into three types. They are narrowly utilitarian arguments, broadly utilitarian arguments, and ethical arguments. Narrowly utilitarian argument focus on the direct and indirect benefits of biodiversity to human being. The benefits include food, fodder, fiber, firewood, industrial product, drugs, etc. Broadly utilitarian argument focus on the role of biodiversity in ecosystem services. It include production of oxygen, nutrient cycling, pollination, etc. Ethical arguments focus on the moral responsibility or duty of human to take care of the Earth's biodiversity. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കാം. സങ്കുചിത പ്രായോഗികവാദം, വിശാല പ്രായോഗികവാദം, നൈതികവാദം എന്നിവയാണവ. മനുഷ്യന് ജൈവ വൈവിധ്യം അഥവാ പ്രകൃതി കൊണ്ടുള്ള ഉപയോഗങ്ങളായ ഭക്ഷണം, വിറക്, നാരുകൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ് സങ്കുചിത പ്രായോഗികവാദം. പ്രകൃതി നൽകുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളായ ഓക്സിജൻ ഉൽപ്പാദനം, പോഷകങ്ങളുടെ ചാക്രിക പ്രവാഹം, പരാഗണം എന്നിവ വിശാല പ്രായോഗികവാദത്തിൽപ്പെടുന്നു. തത്വശാസ്ത്രപരമോ ആത്മീയമോ ആയ രീതിയിൽ പ്രകൃതി അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നതാണ് നൈതിക വാദഗതി മുന്നോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഈസ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. There are two major methods to conserve the biodiversity. They are in situ conservation and ex situ conservation. In situ conservation aims to conserve biodiversity inside its natural habitat, or it is the on-site conservation. Biosphere reserve, national park, sanctuaries and sacred groves are the site of in situ conservation. Ex situ conservation aims to conserve biodiversity outside its natural habitat, or it is the off-site conservation. Botanical gardens, zoological park, seed bank, cryopreservation, wildlife safari park, in vitro fertilization and tissue culture are steps taken for ex situ conservation. തൽസ്ഥല സംരക്ഷണം, ബഹിർസ്ഥല സംരക്ഷണം എന്നീ രണ്ട് മാർഗങ്ങളിലൂടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക വാസസ്ഥലത്ത് തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് തൽസ്ഥല സംരക്ഷണം. ബയോസ്ഫിയർ റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കാവുകൾ എന്നിവ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കുന്ന രീതികളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക വാസസ്ഥലത്തു നിന്നും സംരക്ഷിത ചുറ്റുപാടിൽ മാറ്റിപ്പാർപ്പിച്ച് സംരക്ഷിക്കുന്നതിനെ ബഹിർസ്ഥല സംരക്ഷണം എന്നറിയപ്പെടുന്നു. ഇത്തരം സംരക്ഷണ മാർഗങ്ങളിൽ സസ്യോദ്യാനങ്ങൾ, സുവോളജിക്കൽ പാർക്കുകൾ, വന്യജീവി സഫാരി പാർക്കുകൾ, വിത്ത് ബാങ്കുകൾ, അതിശീത സംസ്കരണ സങ്കേതങ്ങൾ, ടിഷ്യൂ കൾച്ചർ എന്നിവ ഉൾപ്പെടുന്നു. Important terms related to biodiversity. First one, biodiversity hotspots. The regions with a high level of species richness and high degree of endemism are called biodiversity hotspots. Endemism refers to the species that are confined to a particular area and not found anywhere else. Three biodiversity hotspots such as Western Ghat and Sri Lanka, Indo-Burma and Himalaya cover India. ബൃഹത്തായ ജൈവസമ്പത്തും തദ്ദേശീയതയും നിലനിൽക്കുന്ന സ്ഥലങ്ങളെയാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് കാണപ്പെടുകയും എന്നാൽ മറ്റൊരിടത്തും കാണപ്പെടാത്തതുമായ ജീവിവിഭാഗമുണ്ടെങ്കിൽ അവയെ തദ്ദേശീയത എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ജൈവ വൈവിധ്യ ഭൂപ്രദേശത്ത് 3 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളായ പശ്ചിമഘട്ടം, ശ്രീലങ്ക, ഇൻഡോ ബർമ, ഹിമാലയം എന്നിവ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് വൺ, എർത്ത് സമ്മിറ്റ്. The Convention on Biological Diversity (CBD) or the Earth Summit was held in Rio de Janeiro in 1992. The CBD demanded all nations to take appropriate measures for conservation of biodiversity and sustainable utilization. 1992 റിയോ ഡി ജനറോയിൽ നടന്ന ഭൗമ ഉച്ചകോടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും സുസ്ഥിര ഉപഭോഗത്തിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് എല്ലാ രാഷ്ട്രങ്ങളോടും ആഹ്വാനം ചെയ്തു.
In continuation with the Earth Summit, the World Summit on Sustainable Development was held in 2002 in Johannesburg, South Africa. ഭൗമ ഉച്ചകോടിക്ക് തുടർച്ചയായി സുസ്ഥിര ഉപഭോഗം മുൻനിർത്തി 2002 ജോഹന്നാസ്ബർഗിൽ വെച്ച് ലോക ഉച്ചകോടി നടത്തുകയുണ്ടായി. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ ചാപ്റ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇസഡ് വാല്യൂ ഇൻ ദ കേസ് ഓഫ് ഫ്രൂഗിവോറസ് ബേർഡ്സ് ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഈസ് ഡാഷ്. എ 1.2, ബി 0.5, സി 0.6, ഡി 1.15. Second question, the CBD, the Earth Summit was held at dash. Third question, the biodiversity decreases as we move towards pole. Do you agree? Give reason. Fourth question, A part, what do you mean by biodiversity hotspot? B part, name any 2 biodiversity hotspot in India. Fifth question, A, write down the evil quoted for loss of biodiversity. B part, explain any 2 with example. Sixth question, observe the graph and answer the following question. A part, identify the graph, who proposed it. B part, what does C and Z represent? C part, what will be the normal value of Z? Thank you for watching this video.